കാർത്തിക മുക്കാല് രോഹിണി മകയിര തര വരുന്ന ഇടവരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം, ഇടവം എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഒരു കാളയാണ്, കാളയുടെ ചിഹ്നമാണ്. അപ്പോൾ കാള എന്താണ് കഴിക്കുന്നത്? സസ്യാഹാരം. ശരിക്കും പറഞ്ഞാൽ ഇവർ കൂടുതലും സസ്യാഹാര ശീലം വളർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവർക്കും ഈ സമയത്ത് വീട്ടിൽ ശ്രീരാമചന്ദ്രൻ്റെ ചിത്രമൊക്കെ വെച്ച് രാമരാമ മന്ത്രം ജപിക്കാൻ, രാമായണത്തിലെ ഓരോ വരികളും അതിൻ്റെ പ്രസക്തി എന്താണെന്ന് മനസ്സിലാക്കി രാമായണത്തിലെ വരികൾ അതിൻ്റെ കുട്ടികളെയെല്ലാം കൂടെ ഇരുത്തി ഒരു കുടുംബം ഒത്തൊരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ബലമുണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ അങ്ങനെ തൻ്റെ സഹോദരനോടൊപ്പം നീങ്ങുന്ന ലക്ഷ്മണൻ സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്യുന്നു. സീതയെ കണ്ടെത്താമെന്നും രാവണനെ നിഗ്രഹിക്കാമെന്നും പറയുന്നു. അപ്പം അങ്ങനെ ആ നിർദ്ദേശം, സുഗ്രീവ ആജ്ഞ പാലിക്കാനായിട്ട് ഹനുമാനും അംഗദനുമെല്ലാം സമുദ്രതീരത്തെത്തുന്നതും ആഞ്ജനേയ ഭഗവാൻ ശരിയായ ഒരു ദൂതനാണ്, ഒരു ദൂതൻ എങ്ങനെയായിരിക്കണമെന്ന് കാട്ടിത്തരുകയാണ് ഹനുമാനിലൂടെ എഴുത്തച്ഛൻ. ആ എഴുത്തച്ഛൻ്റെ വരികൾ തന്നെ നമുക്കറിയാം. ആ പവനാത്മജൻ വായുവേഗേന പോകുന്ന ആ പവനാത്മജൻ്റെ ആ ഗതി മുടക്കാൻ എത്ര പേരാണ് നിന്നത്? അതിനെല്ലാം തച്ചുടച്ചുകൊണ്ട് ഒരു ദൂതൻ ഒരു കാരണവശാലും മൈനാകം ആ പർവ്വതം ഉയർന്നു വന്ന് വിശ്രമമൊക്കെ തീർത്തിട്ട് പോകാൻ പറയുമ്പോൾ ഒരു ദൂത് പാലിക്കുന്ന ഒരാൾ ഒരു കാരണവശാലും ആഹാരമൊന്നും കഴിക്കാൻ പാടില്ല. ആ ദൂത് തീർന്നതിന് ശേഷം മാത്രമേ അങ്ങനെ ചെയ്യാവൂ എന്ന് കാട്ടിത്തരുന്ന ആഞ്ജനേയ ഭഗവാൻ. ഈ ചിത്രവും നമുക്കറിയാം. അവൻ കാർത്തിക മുക്കാല് രോഹിണി മകയിര തര വരുന്ന ഇവർക്ക് സൂര്യനും ഗുരുവും 3-ാം സ്ഥാനത്താണ്, സഹോദര ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ സാഹോദര്യം വേണം, സാഹോദര്യം വർദ്ധിക്കണം, അകന്നിരിക്കുന്ന സഹോദരങ്ങൾ തമ്മിൽ അടുപ്പമുണ്ടാകണം, ഈശ്വരാധീനം ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ വളർന്നു വരുമ്പോൾ ജീവിതത്തിൽ ഒട്ടേറെ വിജയം നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. മിഥുനരാശിയെക്കുറിച്ച് പറയുമ്പോൾ മിഥുനം വന്നാൽ വ്യസനം വേണ്ട എന്നാണ്. നമുക്കൊരു രാശി വയ്ക്കുമ്പോൾ മിഥുനരാശി വരുന്നു. അപ്പോൾ അവർ പെട്ടെന്ന് ജ്യോത്സ്യന്മാർ പറയും, മിഥുനം വന്നാൽ വ്യസനം വേണ്ട, കൊള്ളാം. അവിടെ ഇണയാണ് കാട്ടുന്നത്. സഗതം സവീണം, ഗതയും വീണയും എടുത്ത് നിൽക്കുന്നവരാണ്. അപ്പോൾ ഗതയും വീണയും എടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് ആ ശൈലി എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അവിടെ ഗതയെടുക്കാം വീണയെടുക്കാന്ന് വെച്ചാൽ ഒരാൾക്ക് ദേഷ്യം വരാം, ഒരാൾക്ക് ശാന്തത വരാം, അതാണ് കാട്ടുന്നത്. അപ്പോൾ അവിടെ മിഥുനരാശി മകയിരത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര പുണർതത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക ചേരുന്ന ഇവർക്ക് ഗുരു 2-ലാണ്. ധനസ്ഥിതി മെച്ചപ്പെടാം. 10-ാം ഭാവത്തിൽ കണ്ടകശനിയുണ്ട്, ശനി നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ആ ശനിക്ക് ഇപ്പോൾ ഗുരുവീക്ഷണമാണ്. അപ്പോൾ ശനിയുടെ കാഠിന്യം മാറുകയാണ്. വളരെ ബലവാനായിരുന്ന ശനിയുടെ കാഠിന്യം മാറുന്നു ഗുരു വീക്ഷിക്കുന്നത് കൊണ്ട്. അങ്ങനെ ഇവർക്കും വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എന്തൊക്കെയായാലും നമ്മുടെ കുടുംബത്തിൽ ഒരു സന്ധ്യാനേരത്ത് ഒരു വിളക്ക് തെളിയിച്ചിട്ട് ഈ രാമായണം വായിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. പലരും ചോദിക്കും, സാറേ എനിക്ക് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അസൗകര്യമായിട്ടിരിക്കുകയാണ്, ഇതൊക്കെ രാമായണം വായിക്കാമോ എന്നൊക്കെ, അല്ലെങ്കിൽ ഇന്നാൾ മരിച്ചുപോയതിൻ്റെ ഒരു 16 ആയിട്ടില്ല, രാമായണം വായിക്കാമോ എന്ന് ചോദിച്ചാൽ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതനും അഗ്നിയജനം ചെയ്ത ഭൂസുരനും ഹരിനാമകീർത്തനം ഇതൊരു നാളുമാർക്കുമുടൻ അരുതാത്തതല്ല ഹരി നാരായണായ നമ. ഏതു സമയത്തും, ഇന്ന സമയമൊന്നുമില്ല, നാരായണ മന്ത്രമായാലും മറ്റു മന്ത്രങ്ങളായാലും ജപിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഒരു വേദങ്ങളിലും പറയുന്നില്ല, ഒരു ഉപനിഷത്തുകളിലും പറയുന്നില്ല നിങ്ങൾ ഇന്ന സമയത്തെ നാമം ജപിക്കാവൂ എന്ന്. നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നാമം ജപിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. കർക്കിടക രാശിയെക്കുറിച്ച് പറഞ്ഞാൽ പുണർത്തിൻ്റെ അവസാനത്തെ 15 നാഴിക പൂയം ആയില്യം ചേരുന്നവരാണ്. അവർക്ക് ജന്മത്തിൽ ഗുരു നിൽക്കുന്നുണ്ട്, ഉച്ചക്ഷേത്ര സ്ഥിതനായിട്ടാണ്
ഗുരു നിൽക്കുന്നത്. അപ്പോൾ ഗുരു ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒട്ടേറെ വിജയം കൈവരിക്കാൻ കഴിയും. കടൽ കടന്നുള്ള വരുമാന മാർഗത്തിലൂടെ കാശുകാരനായി തീരാൻ സാധിക്കും. വിദേശയാത്രയ്ക്കുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടും ഇവർക്കിനി അങ്ങോട്ടൊരു 5 വർഷത്തേക്ക് നല്ല സമയം തന്നെയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുമ്പം ഈ സഹോദര സ്നേഹം വിഭീഷണനും രാവണനും തമ്മിൽ വളരെ പ്രശ്നങ്ങളുണ്ടായപ്പോൾ അവർ ഒരുമിച്ച് കഴിഞ്ഞുകൂടിയവരാണ്. അപ്പം രാമൻ ദൈവമാണെന്ന് വിഭീഷണനറിയാം, രാവണനും അറിയാം. എന്നാലും രാവണനെ പിരിയാൻ പോകുന്ന വിഭീഷണൻ, അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പണ്ടൊരു ഏകാംഗ നാടകം, ഒരംഗം മാത്രം നിന്ന് എല്ലാ ആളുകളെയും അഭിനയിച്ച് കാട്ടുന്ന ഒരു നാടകം നടൻ മുരളിയണ്ണൻ അഭിനയിക്കുമ്പോൾ അതിൽ രാവണനോട് വിഭീഷണൻ പറയുന്ന ഒരു രംഗമുണ്ട്. ജ്യേഷ്ഠാ, ഞാൻ പിരിയുകയാണ്. അപ്പം പെട്ടെന്ന് രാവണൻ്റെ രൂപം വന്നിട്ട്, ആരെയാണ് നീ പിരിയുന്നത്? അല്ലെങ്കിൽ എൻ്റെ ചന്ദ്രഹാസം നിനക്ക് ഇരയാകുന്നതിന് മുൻപ് കടന്നു പൊയ്ക്കോളാൻ പറയുന്ന ആ ഒരു സംഭവം. അതിൽ നിന്ന് ആ വിഭീഷണൻ്റെ മനസ്സ്, ജ്യേഷ്ഠാ, കഷ്ടകാലം ആരംഭിക്കുന്നതിന് മുൻപ് രാമൻ്റെ പാദത്തിൽ ചെന്ന് എല്ലാം പറഞ്ഞ് സീതയെ ഏൽപ്പിച്ചിട്ട് ക്ഷമ പറയാൻ പറയുമ്പോൾ പറ്റില്ല. കാരണം ആ രാവണൻ ദിഗ്വിജയങ്ങൾ ജയിച്ചു, അഹങ്കാരത്തിൻ്റെ തിമിരം ഉണ്ടെങ്കിലും രാമൻ്റെ കൈകൊണ്ട് തനിക്ക് മരിക്കണം എന്നാഗ്രഹിക്കുന്ന ആ ഒരു മനസ്സ്, രാമൻ്റെ കൈകൊണ്ട് മരിക്കുമ്പോൾ മോക്ഷപ്രാപ്തി എത്തുന്നു. ദാലെ വിഭീഷണൻ പിരിഞ്ഞു പോകുമ്പോൾ ആ സോദരൻ തന്നെ പിരിഞ്ഞതിൽ വളരെയേറെ ദുഃഖം രാവണൻ്റെ ഉള്ളിലുണ്ട്. അവസാനം രാവണനെ സഹായിക്കാൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, കുംഭകർണൻ. കുംഭകർണനും കൊല്ലപ്പെടുന്ന ഒരു ഭാഗം ഇത് രാമായണത്തിലെ ദൃശ്യമാണ്. അപ്പം അതുപോലെ ഒരു മന്ത്രം ജപിക്കുമ്പോൾ ആ മന്ത്രത്തിന് പ്രസക്തിയുണ്ടെന്നാണ് പറയുന്നത്. മനനേതി മന്ത്രം ജപിക്കുക, മനസ്സിൽ തെളിയട്ടെ. ഇപ്പം നമുക്കറിയാം അടുത്ത രാശി ചിങ്ങരാശിക്കാരാണ്. ആ ചിങ്ങരാശിക്കാരെക്കുറിച്ച് പറയുമ്പോൾ മകം പൂര ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക ചേരുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അഷ്ടമശനിയുണ്ട്. അഷ്ടമശനി ഉണ്ടെങ്കിലും ഈ ശനിയുടെ പ്രസക്തി അവിടെ കുറയുകയാണ്. കാര്യം ഗുരു വീക്ഷിക്കുന്ന ശനിയായതുകൊണ്ട് അഷ്ടമശനിയുടെ കാഠിന്യം അവിടെ മാറുകയാണ്. അവിടെ ഗുരു 12-ലാണ് നിൽക്കുന്നത്. 12 നിൽക്കുന്ന ഗുരു പലരും പറയും, അയ്യോ എൻ്റെ രാശി വളരെ മോശമായി പോയല്ലോ സാറേ, ഗുരു 12-ലല്ലേ നിൽക്കുന്നത്. 12-ൽ ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗുരുവാണ്. അപ്പോൾ ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗുരു കർക്കിടക രാശിക്കാരെ പൊതുവേ സഹായിക്കുക. കർക്കിടക രാശിയിലാണ് നിൽക്കുന്നത്. പക്ഷെ ചിങ്ങരാശിക്കാർക്കാണ് പേടി. അപ്പോൾ അതുപോലെ കർക്കിടക രാശിക്കാരെ സഹായിക്കുന്നത് പോലെ തന്നെ ചിങ്ങരാശിക്കാരെയും ഗുരു സഹായിക്കും 12-ൽ നിന്നാൽ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ 12-ലെ ഗുരു ഉച്ചക്ഷേത്രസ്ഥിതനായി കർക്കിടക രാശിയിൽ നിൽക്കുന്നു. വരവ് ധാരാളം ഉണ്ടാകും, പക്ഷേ അപ്പോൾ അതിനടുത്ത് ചിലവ് വരുമെന്നേ ഉള്ളൂ. അപ്പോൾ ഇവർ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഈ കർക്കിടക മാസത്തിൽ രാമമന്ത്രങ്ങൾ ജപിക്കുന്നത് നല്ലതാണ്. ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ പോകുന്നത് നല്ലതാണ്. അപ്പോൾ അവതാര വിഷ്ണു എന്ന് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ അവതാരമായ രാമൻ സീതാസമേതനായി ലക്ഷ്മണനോടൊപ്പം നിങ്ങളെ സഹായിക്കണമെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ രാമായണം വായിക്കുന്നത് കേൾക്കുമ്പോൾ ആ രാമായണ സ്ഥലത്ത് ഒരു 10 മിനിറ്റ് നിന്ന് രാമായണത്തിൻ്റെ മന്ത്രം, ആ പറയുന്ന വരികൾ ഒന്ന് കേട്ടുപഠിക്കുന്നത് ശുഭകരം തന്നെയാണ്. കന്നിരാശി. അപ്പോൾ കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്തിരയുടെ ആദ്യത്തെ പകുതി വരുന്ന 30 നാഴിക വരുന്ന കന്നിരാശിക്കാർക്ക് കണ്ടക ശനി ഉണ്ട്. 7-ലാണ് ശനി. പക്ഷേ ആ 7-ലെ ശനിയെ കർക്കിടക രാശിയിൽ നിൽക്കുന്ന ഗുരു വീക്ഷിക്കുന്നുണ്ട് 9-ലോട്ട്. അപ്പോൾ പലരും പറയും നിങ്ങൾ കണ്ടക ശനിയാണ്, കുഴപ്പക്കാരനാണെന്ന്.
ഏത് കണ്ടകശനിയായാലും നമ്മൾ ചെയ്യുന്ന ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥന ഭഗവാൻ കേൾക്കുമെന്നുള്ളതാണ് സത്യം. ഏത് മതസ്ഥരായാലും അവരുടെ പ്രാർത്ഥനയിൽ മുഴുകുന്നത് ശുഭകരം തന്നെയാണ്. രാമായണ മാസമാണ്, കർക്കിടക മാസമാണ്. അപ്പോൾ രാമായണത്തിൻ്റെ വരികൾ കേൾക്കുന്നതും ചൊല്ലുന്നതും, ഇപ്പം ചൊല്ലുന്നതിനേക്കാൾ കേൾക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഭക്തി ഉണ്ടെന്നാണ് പറയുന്നത്. അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം മനസ്സ് നിറയുമെന്നാണ്. പ്രത്യേകിച്ച് നമുക്ക് ആ വരികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓരോ വരികളിലും നിറയുന്ന ആ ദൈവീകം പല മുനിശ്രേഷ്ഠന്മാരും രാമനെ രാമനെ ആലിംഗനം ചെയ്യുന്നതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ രാമായണത്തിലെ ഏറ്റവും വലിയ ഗുണം മറ്റ് മതസ്ഥരോടുള്ള രാമൻ്റെ സ്നേഹത്തെ കാണിക്കുന്നതാണ്. ഗുഹനൊരു തോണിക്കാരനാണ്, കാട്ടുവർഗ്ഗക്കാരനാണ്. അദ്ദേഹത്തെ തന്നെ മാറോട് ചേർത്ത് ആലിംഗനം ചെയ്ത രാമൻ നമുക്ക് കാട്ടിത്തരുന്നത് എന്താണ്? ഇവിടെ സാഹോദര്യം വേണം. മറ്റു മതസ്ഥരോട് വിദ്വേഷം പാടില്ല. എല്ലാ പിതൃക്കളോട്, അമ്മമാരോട്, സഹോദരങ്ങളോടുള്ള പ്രത്യേക സ്നേഹത്തെ എടുത്തു കാട്ടണമെന്നാണ് രാമായണം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ എന്തൊക്കെയായാലും ശരി, ഈ പറയുന്ന ഉത്രം മുക്കാൽ അത്തം ചിത്തിര അരക്കാരും രാമായണത്തിൻ്റെ വരികൾ കേൾക്കുന്നത് നല്ലതാണ്. കണ്ടകശനി അവർക്ക് ഒരു കാരണവശാലും ദോഷം ചെയ്യുകയില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഈ ഇരുട്ട് നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ രാമമന്ത്രം മനസ്സിൽ പ്രകാശമുണ്ടാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് സത്യം. ഇവിടെ തുലാം രാശി, ചിത്തിരയുടെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക ചേരുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ കർക്കിടക മാസം വളരെ ഐശ്വര്യം നിറഞ്ഞൊരു മാസമല്ലേ. ഇപ്പം നമ്മുടെ മലയാള സിനിമയിൽ വളരെ പ്രശസ്തനായ ഒരാൾക്ക് ഭരത് അവാർഡ് കിട്ടി, അത് വിശാഖമാണ്. അപ്പം എനിക്ക് ദോഷമുണ്ടെന്ന് പറഞ്ഞാൽ ശരിക്കും ശാരീരികമായ ഒരുപാട് പ്രശ്നങ്ങൾ വരേണ്ട സമയം കഴിഞ്ഞു. ഇവർക്കിപ്പോൾ 10ൽ ഗുരുവാണ്. ഒരു 1.25 വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ശനി വരും. ശനി കുഴപ്പക്കാരനാകത്തില്ല. ഗുരു 10ൽ നിൽക്കുമ്പോൾ കർമ്മക്ഷേത്രം പുഷ്ടിപ്പെടും. നമ്മളെ തേടി പല സംഭവങ്ങളും ഓടിയെത്തുമെന്നുള്ളതാണ് സത്യം. ഈ കലികാലത്തിൽ ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ച് സഹോദര സ്നേഹം. ആ സഹോദര സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ രാവണൻ്റെ അന്ത്യസമയത്ത് ലക്ഷ്മണനോട് ശ്രീരാമചന്ദ്രൻ പറയുന്നുണ്ട്, ലക്ഷ്മണ, നീ പോയി രാവണനോട് ചെന്ന് രാവണനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറയുന്നു. അപ്പോൾ രാവണൻ്റെ അടുത്ത് ലക്ഷ്മണൻ എത്തുമ്പോൾ ആ ലക്ഷ്മണൻ പാദത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ രാവണൻ പറയുന്നു, അല്ലയോ പ്രിയ ലക്ഷ്മണ, രാമൻ ജയിക്കാനുള്ള പ്രധാന കാരണം തൻ്റെ സഹോദരൻ കൂടെയുള്ളതുകൊണ്ടാണ്, ലക്ഷ്മണൻ കൂടെയുള്ളതുകൊണ്ടാണ്. എൻ്റെ ആത്മസഹോദരനായ വിഭീഷണൻ എന്നെ എന്ന് വിട്ടുപോയോ അന്ന് എൻ്റെ ജീവിതത്തിൽ ഒട്ടേറെ വൈഷമ്യങ്ങൾ വന്നു ചേർന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ സഹോദരൻ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന മാനസിക പ്രയാസങ്ങൾ അത് മനസ്സിലാക്കണമെങ്കിൽ ആ നഷ്ടം നികത്താൻ നമുക്കാകുകയില്ല. അപ്പോൾ സഹോദര സ്നേഹം ഒരു കാരണവശാലും തള്ളിക്കളയരുത്. തൻ്റെ സഹോദരൻ എപ്പോഴും സഹോദരൻ തന്നെയാണ് എന്ന ചിന്ത ഉണ്ടാകണമെന്ന് ലക്ഷ്മണനെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ കലികാലത്തിൽ പൊതുവേ പറയുകയാണെങ്കിൽ ഇപ്പോൾ സഹോദര സ്നേഹമൊന്നുമില്ല. എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വീണ്ടും ഒരു സാഹോദര്യം നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഈ രാമായണം എന്ന് പറയുന്ന കാവ്യത്തിനാകുക തന്നെ ചെയ്യും. എല്ലാവർക്കും നന്മ വരണം, നന്മയുണ്ടാകണമെന്ന് ചിന്തിക്കുക. നന്മയുടെ വഴിയിലേക്ക് ധർമ്മമാർഗത്തിലൂടെ, നല്ല മാർഗത്തിലൂടെ രാമൻ നമ്മളെ നയിക്കുന്നത് പോലെ അദ്ദേഹം ഒരു മതസ്ഥരുടെ ആളല്ല. നമുക്ക് കാട്ടിത്തരുന്ന വഴികൾ ധർമ്മമാർഗമാണ്. ആ ധർമ്മമാർഗത്തിലൂടെ നമുക്കും സഞ്ചരിക്കാം.